എൻ്റെ കൃഷ്ണ, ജയനും വിജയനും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തരായിരുന്നു. ഇവരുടെ ഈ ഭക്തി അവരെ വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരാക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിഷ്ണു ഭഗവാനെ നേരിട്ട് ദർശിക്കുന്നതിന് 4 കുമാരന്മാർ എത്തുന്നു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവരായിരുന്നു അവർ. അവരുടെ കഠിന തപസ്സിൻ്റെ ഫലമായി കുട്ടികളുടെ രൂപമായിരുന്നു ഇവർക്ക്. ഇവർ വൈകുണ്ഠത്തിൻ്റെ വാതിൽക്കലെത്തി. പക്ഷേ ദ്വാരപാലകരായ ജയനും വിജയനും തോന്നിയത്, ഇവർ കുട്ടികളല്ലേ, ഇവർക്ക് ഭഗവാനെ കാണേണ്ട കാര്യമുണ്ടോ? വിഷ്ണു ഭഗവാൻ വിശ്രമിക്കുന്ന ഈ സമയത്ത് ഇവരെ അകത്തേക്ക് കയറ്റേണ്ട കാര്യമില്ല. ജയനും വിജയനും ഈ കുമാരന്മാർക്ക് വൈകുണ്ഠത്തിനകത്തേക്ക് പ്രവേശനം കൊടുത്തില്ല. കോപാകുലരായ കുമാരന്മാർ, നിങ്ങൾ ഭൂമിയിൽ പിറക്കാൻ ഇടവരട്ടെ, മഹാവിഷ്ണുവിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ശപിക്കുന്നു. അതീവ ദുഃഖത്തോടെ ജയവിജയന്മാർ ഭഗവാന്റെ സമീപത്തെത്തുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഭഗവാൻ കുമാരന്മാരുടെ ശാപം തിരിച്ചെടുക്കാനാവില്ല എന്ന് പറയുന്നു. പക്ഷേ ജയവിജയന്മാർക്ക് തിരഞ്ഞെടുക്കാനായി വിഷ്ണു ഭഗവാൻ 2 അവസരങ്ങൾ നൽകുന്നു. ഒന്നാമത്തേത്, വിഷ്ണു ഭക്തരായി തന്നെ 7 ജന്മങ്ങൾ ജനിക്കാം. രണ്ടാമത്തേത്, ഹൃദയത്തിൽ വിഷ്ണുവിനോടുള്ള ശത്രുതയോടെ 3 ജന്മങ്ങൾ ജനിക്കാം. എത്രയും പെട്ടെന്ന് ഭഗവാന്റെ സമീപത്തേക്ക് തിരിച്ചെത്താമല്ലോ എന്ന് വിചാരിച്ച് അവർ രണ്ടാമത് പറഞ്ഞ അവസരം മതി എന്ന് ഭഗവാനോട് പറയുന്നു. അങ്ങനെ അവരുടെ ആദ്യ ജന്മം സത്യയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആയിട്ടായിരുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ വരാഹ അവതാരം ഹിരണ്യാക്ഷനെയും ഭഗവാന്റെ നരസിംഹാവതാരം ഹിരണ്യകശിപുവിനെയും വധിക്കുന്നു. രണ്ടാമത്തെ ജന്മം ത്രേതായുഗത്തിലായിരുന്നു. രാവണനും കുംഭകർണനുമായി. ശ്രീരാമൻ യുദ്ധത്തിൽ ഇവരെ വധിക്കുന്നു. ജയവിജയന്മാരുടെ മൂന്നാമത്തെ ജന്മം ദ്വാപരയുഗത്തിലായിരുന്നു. ശിശുപാലനും ദന്താവക്രനുമായിട്ട് ശ്രീകൃഷ്ണൻ ഇവരെ 2 പേരെയും വധിക്കുന്നു. ഹൃദയത്തിൽ ഭഗവാനോടുള്ള ശത്രുതയോടെ 3 ജന്മങ്ങൾ പൂർത്തിയാക്കി ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ സമീപത്തേക്ക് തിരിച്ചെത്തുന്നു. കൃഷ്ണ ഐശ്വര്യത്തിൻ്റെ ഈ ഭാഗം ഇഷ്ടമായോ? എങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.